ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുത്തൻ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെയും ശ്രുതിയുടെയും ആ ഒരു മുഖത്തിൻ്റെ ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ അച്ചമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇവർ അച്ചമ്മയിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നേ. അത് തുറന്നടിച്ച പോലെ തന്നെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ രണ്ടിൻ്റെയും മുഖഭാവം കണ്ടിട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്ര ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിക്കാകെ സങ്കടമാണ് കേട്ടോ. അന്നേരം സച്ചി അങ്ങ് കയറിപ്പോയിട്ട് ചോദിക്കും എന്താ പ്രശ്നം എന്ന്. അന്നേരം പറയും വർഷയും ശ്രുതിയൊക്കെ അമ്മയാവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. എൻ്റെ ആഗ്രഹം മാത്രം എന്താ ദൈവം നടത്തി തരാ, അതൊക്കെ അതിൻ്റെ സമയമാവുമ്പോൾ നടന്നോളും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ ആശ്വസിപ്പിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ അച്ഛൻ വീട്ടിലോട്ട് പോവുകയാണേ. നമ്മുടെ സച്ചിയാവും കൊണ്ടുവിടുക. അന്നേരം ചന്ദ്ര ആശ്വസിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, അമ്മയുടെ മുന്നിലെല്ലാം നിന്റെ നാടകമൊക്കെ നന്നായിട്ടുണ്ട്. അമ്മയെ പറ്റിച്ചു എന്ന് നീ ഒരിക്കലും കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ തന്നെ അമ്മ അറിയും നീ ചെയ്തത് നാടകമാണെന്ന്. അന്നേരം അമ്മ എന്താ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് കേട്ടോ രവി അകത്തേക്ക് പോകുന്നത്. അന്നേരം അതിൻ്റെ വരായികകൾ ആലോചിച്ച് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ അവസാനിച്ചത്.